എനിക്ക് ശിക്ഷ കിട്ടുമോ റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയേണ്ടി വന്നപ്പോ ഇവരൊക്കെ ഈ തൗഹീദിന് വേണ്ടി ഇത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചപ്പോ ഉണ്ടോ മനസ്സിന്റെ കോട് ലവലേശം സ്നേഹമുണ്ടോ? ആ റസൂലിന്റെ പാദം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനായി നമ്മൾ തയ്യാറുണ്ടോ? ഈ മൗലിദിലെ മുഴുവൻ നേരെ വിപരീതല്ലേ? ബദറിന്റെ ആശയം എന്താ? ബദർ മൗലിദ് നിങ്ങൾ നോക്കിയാൽ ആ ബദരീങ്ങളുടെ ആശയങ്ങൾക്കെതിരല്ലേ? നിങ്ങൾ ആലോചിക്കണം, ബദരീങ്ങളുടെ ആശയങ്ങൾക്കെതിരാണ്. ബദരീങ്ങളെ പഠിപ്പിച്ച തൗഹീദ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? ഏറ്റവും കൂടുതൽ ബദരീങ്ങളെ കച്ചവടത്തിന് വേണ്ടി പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ബദരീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. തങ്ങളുടെ മക്കളുണ്ട് വീട്ടിലെ അല്ലേ? നമ്മുടെയൊക്കെ കണ്ണിന് ആനന്ദം നൽകുന്ന നമ്മുടെ പിഞ്ചോമന മക്കളെ വിട്ടുകൊണ്ട് ഗൾഫ് പോകാൻ വരെ മടി കാണിക്കുന്ന എത്ര ആളുകളുണ്ട്. കാരണം അവര് നമ്മുടെ കണ്ണിനൊരു കുളിർമയാണ്. എന്നാൽ ആ മക്കളെപ്പോലും വീട്ടിലാക്കിക്കൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ജീവൻ പോലും അർപ്പിക്കാൻ തയ്യാറായ ബദരീങ്ങൾ സമൂഹം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന നാട്ടിൽ ഒരാളോട് ബദരീങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞറിയോ? ഒന്നും അറിയില്ല. പിന്നെ എന്തേ അറിയാ? നോമ്പ് 17 ബദരീങ്ങൾ ആണ്ട, അന്ന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കണം, അന്ന് ബദർ മൗലിദ് ചൊല്ലണം എന്നല്ലാതെ ബദരീങ്ങളെ കുറിച്ച് ഖുർആനിന്റെ 3-ാമത്തെയും സൂറത്ത് ആലി ഇംറാനിന്റെ 121 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് പഠിച്ചിട്ടില്ല. അത് സമൂഹം മനസ്സിലാക്കിയിട്ടില്ല. അത്രമാത്രം വരുന്ന അപകടങ്ങൾ ഉണ്ടായിപ്പോയില്ലേ? പിന്നെ ആ കൂടെ അറിയ കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്ര ഈ 313 എന്ന് പറയുന്ന നമ്പറിന്റെ മേലെയുള്ള കച്ചവടങ്ങൾ ഒരുപാട് സമൂഹത്തിലെ വണ്ടിക്ക് നമ്പർ കിട്ടാൻ വേണ്ടി ഒരുപാട് ആ നമ്പർ കിട്ടാൻ വേണ്ടി സംഖ്യ ചെലവഴിക്കുന്നവർ, അത് പറയുന്ന മുസ്ലിയാർക്ക് ചൂഷണം ചെയ്യാനുള്ള 2 രൂപയുടെ കോഴിമുട്ടയും 5 രൂപയുടെ തേനിന്റെ കുപ്പിയും ഇതും കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ആശയങ്ങളെ കീശയിലിട്ട് ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ ഈ ചതിക്കുഴികളെ സമൂഹം എന്ന് തിരിച്ചറിയുന്നവോ അന്നേ സമൂഹത്തിന് മോചനം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് 5, 10, 100, 150, 200, 250, 300 സേദിന്റെ ഏതെങ്കിലും വേദിയിൽ നിന്ന് ഒരാൾ ഒരു 313 വിളിക്കുമ്പോഴേക്കും വേദിയിൽ നിന്നിങ്ങനെ പുകഴ്ത്തിപ്പാടി ഇലാഹി സല്ലിമില്ലും മിനൽ ആഫാതി വന്നിക്മാ വമിൻ ഹമ്മിൻ വമിന്നും ബിഅഖിനിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് കേട്ടോ ഇത്. വിളിച്ചെടുത്ത സഹോദരൻ നീ ശിഫ നൽകണേ നാഥാ എന്നിങ്ങനെ ബദരീങ്ങളോട് കച്ചവടം ചെയ്യുമ്പോ എന്തേ ബദരീങ്ങളോട് മനസ്സിൽ സ്നേഹമില്ലേ? ഇല്ലാത്ത കള്ളക്കഥകൾ ഒരുപാട് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുമ്പോ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഊതി എന്നിട്ട് അതിന്റെ പേരില ഈ കച്ചവടങ്ങൾ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. മാത്രമാണോ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വൈരുദ്ധ്യമില്ലേ? മാലപ്പാട്ടുകളിൽ ഒരുപാടുണ്ട് സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ആരും ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മാലകളിലുള്ളത്, ഈ മൗലിദുകളിലുള്ളത് മുഴുവനും കുറ്റപ്പെടുത്തിക്കൊണ്ട് പരാമർശിക്കുക. അവര് തെറ്റ് ചെയ്താൽ അവര് തെറ്റല്ല എന്നുള്ള രീതിയിലൂടെ നിങ്ങൾ ആലോചിക്കണം. വളരെ നിന്ദിച്ചുകൊണ്ട് പറയാ. എന്നിട്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ എന്ന രീതിയിൽ സമൂഹത്തിനെ കൊണ്ട് പഠിപ്പിക്കുക. അവിടെയാണ് നമ്മൾ ഇതിനെ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാവിലൂടെ കളവ് വന്നു പോയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. റിഫായി ശൈഖ് ഉമ്മാനെ ധിക്കരിച്ചു. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് എഴുതി വെക്കുക. കാരണം ഇവർക്ക് ഏതൊരു തെറ്റും ഇവർക്ക് പ്രശ്നമില്ലല്ലോ. കാരണം തെറ്റുകളും നന്മയായിട്ട് അവതരിപ്പിക്കുന്ന അതല്ലേ സംഭവിച്ചത്. അങ്ങ് കണ്ണൂരിൽ വെച്ചുകൊണ്ട് തങ്ങന്മാര് കള്ളു കുടിച്ചാലും അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന പേരിൽ പറയാനുള്ള കാരണം അതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മൾ ആദ്യം കാണിച്ച ക്ലിപ്പിൽ അതേ പ്രസംഗത്തിൽ തന്നെ ഇവര് പറയുകയാണ്, തങ്ങന്മാര് കള്ളു കുടിച്ചാൽ അതിന്റെ പേരിൽ അവരെ കുറ്റം പറയാൻ പാടില്ല. എത്രമാത്രം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശങ്ങൾക്ക് വൈരുദ്ധ്യമായി ആര് തെറ്റ് ചെയ്താലും അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് പഠിപ്പിച്ച നാളെ പരലോകത്ത് പ്രവാചകന്മാര് നിൽക്കുമ്പോ ഓരോ തെറ്റുകൾക്കുടെ പേരിലും എന്റെ റബ്ബ് എന്റെ പേരിൽ എന്ത് ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾ കൈമലർത്തി പോകുന്ന ദിവസമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എന്റെ റബ്ബ് എന്നെ കൊണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് തങ്ങന്മാര് കള്ളുകുടിച്ചാൽ പോലും അവരെ ഒന്നും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കേൾക്കണം. ഈ തെറ്റായ ഈ ജൽപ്പനങ്ങളെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. യഥാർത്ഥ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പൂർവ്വത്തിൽ അവർക്കുള്ളതായിരിക്കുന്ന തെറ്റുകൾ, അത് തെറ്റുകൾ സൂറത്തിൽ കോലത്തിൽ മാറ്റം തെറ്റാണ്. അവർ കള്ളുകുടിച്ചാൽ മറ്റുള്ളവരിക്കുന്ന കഠിനമായ തെറ്റുകൾ ചെയ്തിരുന്നാലും അത് യഥാർത്ഥമായിട്ട് ഹഖീഖത്തിൽ അത് തെറ്റാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ മരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബാഹ്യമായിരിക്കുന്ന തെറ്റുകളാണ്, ആന്തരികമായി അവർക്ക് തെറ്റ് വരുന്നില്ല. അള്ളാഹു അവരെ ദാത്തിനെ ശുദ്ധിയാക്കി വിട്ടവരാ ആയതുകൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട ആരായിരുന്നാലും അവർ മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോട് പൂർണ്ണമായിരിക്കുന്ന ഈമാനോടുകൂടെ മാത്രമേ അള്ളാഹു വഫാത്താക്കുകയുള്ളൂ എന്ന് ഒരു ഭാഗം പരമാക്കന്മാർ രേഖപ്പെടുത്തിമാരെ. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ആലോചിക്കുക, ഇത് ഇത്രമാത്രം വരുന്ന അബദ്ധങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ആര് തെറ്റ് ചെയ്തോ അവൻ അനുഭവിക്കേണ്ടി വരും. അവിടെ പ്രവാചകന്റെ കുടുംബത്തിന് പ്രസക്തിയുണ്ടോ? അതുപോലും ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോ സ്വന്തം കരളിന്റെ കഷ്ടമാണെന്ന് പഠിപ്പിച്ച ഫാത്തിമ കിതാത്ത് കബരി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പഠിപ്പിച്ച അതേ ഫാത്തിമ ബീവിയെ അടുത്ത് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, മോളെ ഫാത്തിമ, വാപ്പായിൽ നിന്ന് എന്ത് നിനക്ക് വേണോ നീ ചോദിച്ച, പക്ഷേ പൊന്നുമോളെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഖുർആനിലെ 5-ാം അധ്യായത്തിന്റെ 90-91 ആയത്തുകളിലൂടെ ഇസ്ലാം കർശനമായി വിലക്കിയ മദ്യപാനം അതുപോലും തങ്ങന്മാര് ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഒരു സമൂഹം ഇവരെന്നെ ഉടലെടുത്ത് പോയത്. ഇങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ? ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് വരും രേഖപ്പെടുത്തി വച്ചില്ലേ? മാലപ്പാട്ടുകളെ പരിശോധിക്കുമ്പോ, മൗലിദുകൾ പരിശോധിക്കുമ്പോ ആകെ ഇകഴ്ത്തി കാണിക്കല തന്നെയാണ്. ഡിഫൈൻഷയുടെ ഒരു കറാമത്ത് പറയേണ്ടത് എന്താണെന്നറിയോ? ഒമ്മാനധിക്കരിച്ചു വന്ന വലിയ കറാമത്ത് 6 മാസം മുതൽ തുടങ്ങുന്നുണ്ട്. എന്താ? ഗർഭം വായത്തിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ളതായറ് ആരെന്ന് കേട്ടോവർ, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദ് കബീറെന്ന് ചെന്നോവർ. ഗർഭം വയറ്റിലുണ്ടായപ്പോ 6-ാം മാസം ഉമ്മ ചോദിക്കുകയാണ്, വയറ്റിലുള്ളത് ആണാണോ പെണ്ണാണോ? ഉടനെ തന്നെ വയറ്റെന്ന് മറുപടി ആണാണ്. പേര് അഹ്മദ് കബീറാണെന്ന് മറുപടി പറയുന്നു. ഇനിയോ 6 മാസം കഴിഞ്ഞ് 10ഓടടുത്തു. പ്രസവത്തിനുള്ള സമയമായി റിഫായി ശേഖ് പുറത്തിറങ്ങുന്നില്ല. അല്ലാഹുമായിട്ടുള്ള മത്സരമാണ്. ചോദിക്കുന്നു, അടിമാധോനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ കേട്ടോരേ മോഷിന്തോവർ. അടിമ ദുനിയാവിൽ ഇറങ്ങാനായിട്ട് അള്ളാഹുടെ കൽപ്പന വന്നപ്പോ ഏകൽ കേട്ടാരേ മുഷിന്തോവർ. അള്ളാഹുടെ ഏകൽ കേട്ടപാട് മനസ്സിലാകെ പ്രശ്നമായി. എന്നിട്ടോ പറയുന്നു, ഞാനിനി പുറത്തിറങ്ങില്ല. അള്ളാഹു പറയുന്നു, റിഫായി പുറത്തിറങ്ങ്. ഇബ്രാഹിം ശേഖ് പറയുന്നു, ഞാൻ ഇറങ്ങില്ല, പിന്നെന്ത് വേണം? സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാലിറങ്ങാം ഞാനെന്നോവർ. സ്വർഗം എനിക്കും എൻ ബയ്യാലെ തുടർന്നോർക്കും സുഖത്തോടെ നൽകിയാൽ ഞാൻ ഇറങ്ങാം. അവർക്കന്ന് 4 സ്വർഗം കൊടുത്താരേ അടിമാധോനിയാവിൽ പിറന്ന് വളർന്നോവർ. അള്ളാഹു അങ്ങനെ 4 സ്വർഗം കൊടുത്തു. ഇനിയോ നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാ. എന്നാൽ റിഫായി ശേഖന് സ്വർഗം കിട്ടിയപ്പോ അത് അദ്ദേഹം എന്ത് ചെയ്തു എന്നോ? തനിക്കും തന്റെ മുരീദന്മാർക്കും കൂടെ വാങ്ങിയ സ്വർഗം അത് അദ്ദേഹം ഒരു തോപ്പിന് വേണ്ടി വിറ്റുകൊടുക്കുന്നു. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോപ്പ് ആയതിലേക്ക് തേരുമോന്ന് കേട്ടോവർ. ദുനിയാവിലുള്ള മോദലെന്നിൽ വേണ്ടെന്ന് ദുഷ്ടമായി 4 സ്വർഗം കൊടുത്തവർ. നാട്ടിലുള്ള സാധാരണ ഇസ്മായിൽ കാക്ക പുള്ളിക്കാരനോട് ചോദിക്കുന്നു, ആ നിങ്ങളുടെ തോട്ടം എനിക്ക് തരുമോ? അപ്പൊ ഇസ്മായിൽ കാക്ക പറയാ, എനിക്ക് ദുനിയാവിലുള്ള സമ്പത്തൊന്നും വേണ്ട. ആര്? നാട്ടിലെ സാധാരണ ഒരു ഇസ്മായിൽ കാക്ക പറയാ, എനിക്ക് ദുനിയാവിലുള്ള സമ്പത്തൊന്നും വേണ്ട. എന്ത് ചെയ്തു? 4 സ്വർഗം ദുഷ്ടമായിട്ട് 4 സ്വർഗം അങ്ങോട്ട് കൊടുത്തു അല്ലേ? ഇത് നമ്മുടേത് മാത്രമല്ല, പേരോട് സക്കാഫി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് 10-15 മിനിറ്റ് നേരം. പിന്നെ ലെറ്റർ എഴുതി കൊടുത്തു എന്നും ഖബറിന്റെ മേലെ മറുപടി ലെറ്റർ വന്നു എന്നും അല്ലേ? ഇങ്ങനെയൊക്കെ നാളെ ഷിബായിനെ നിശ്ചയിച്ചു നമ്മുടെ പറയാതിരുന്നാ മതി. നമുക്ക് വലിയ മഹാനും വലിയ കറാമത്തുമുള്ള ആളാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് അതാ വരുന്നു.
ഉവൈന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഖതീബ്, പള്ളിയിലെ ഖതീബാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, വലിയ ഷെയ്ഖാണ് ജമാലുദ്ദീൻ, ഷെയ്ഖ് ജമാലുദ്ദീൻ വന്ന് പറയുന്നു, ഓ അഹ്മദുൽ കബീർ റിഫായി, എന്റെ തൊട്ടടുത്ത വീട്ടില് അതാ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാനുണ്ട്. എന്റെ തൊട്ടടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു 1-ാം നമ്പർ തോട്ടമുണ്ട്, എന്റെ അടുത്ത തോട്ടമാണ്. ആ തോട്ടമൊന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു. ഞാനതിന് വില പറഞ്ഞിട്ട് ആരും വിൽക്കുന്നില്ല. ഷെയ്ഖ് അവറുകളൊന്ന് എന്റെ കൂടെ വന്നിട്ട് ആ തോട്ടമൊന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം, വില കൊടുക്കാം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവർ ആ മഹാനെ കാണാൻ, ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇമിനെ കാണാൻ അങ്ങോട്ട് ചെന്നു. നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം, കേസ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറഞ്ഞു, അതിന് എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഷെയ്ഖേ. എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവരൊന്നും കൂടി പറഞ്ഞു, നിങ്ങൾ ആ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നത്, നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ചു തരാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം, പക്ഷേ ഞാൻ പറയുന്ന വില തരണം. ഓ നീ പറയുന്ന വില തന്നേക്കാൻ പറഞ്ഞോളൂ. ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു, അതിലുബു മിന്നി, അതേ സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. ദുന്യാവിലെ പണം എനിക്ക് വേണ്ട, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാം. ഇസ്മായിലെന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയേവിലേക്ക് തരുമോന്ന് കേട്ടോവർ, ദുന്യാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. അതേ റിഫായി മാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ സൂചന. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദുന്യാവിലൊന്നും വേണ്ട, തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് മഞ്ഞളിച്ചുപോയി. ഉടനെ തന്നെ ഒരൽപ്പം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനതിനാരാണ് മോനെ? എന്ത് ഞാനതിനാരാണ്? വലദീ മൻ അന ഹീന തത്ലുബു മിന്നി ഹാദാ ഹത്താ തത്ലുബ മിന്നി ഹാദാ. സ്വർഗത്തിലെ മാളിക തരണമെന്ന് എന്നോട് പറയാൻ ഞാനാരാണടോ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ലാഹ് പറയുന്നു, അത്ലുബു മിന്നി മമാറത്ത മിന ദുനിയാ, ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല, എനിക്കതല്ലാതെ മാ ഉരീദു ശൈഅൻ മിന ദുനിയാ സിവാ മാ ദകർതു. നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വർഗത്തിൽ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി സ്വന്തം ആവശ്യത്തിനല്ല ചോദിക്കുന്നത്, പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു, ഇസ്മായിൽ ഖദിസ്തറൈതു മിങ്കൽ ബുസ്താന ബിമാ തലബ്ത. കച്ചവടമടിച്ചു, സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും, ഞാൻ വിൽപ്പന ഉറപ്പിച്ചു. അല്ലാഹുവിങ്കൽ നീ ഇൽഹാം കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്, അല്ലാഹുവിങ്കൽ അറിവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചിലരുണ്ട്, അവർക്ക് ഖൽബിൽ അല്ലാഹു തആല ചില വിവരങ്ങളങ്ങ് കൊടുക്കും. അത് ശറഇന്റെ നിയമത്തിന് എതിരാവൂല. ശറഇന്റെ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും സംഗതി ഔലിയാക്കൾക്ക് മനസ്സിലായതാന്ന് പറഞ്ഞാൽ വലിച്ചെറിയണമെന്ന ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിസ്കരിക്കണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞാൽ ശൈത്താനാ തോന്നിപ്പിച്ചത്, അല്ലാഹല്ല, മലക്കുകളല്ല. അപ്പൊ നല്ല കാര്യം തോന്നിപ്പിച്ചാൽ, ശറഇന് തെറ്റില്ലാത്ത കാര്യം തോന്നിപ്പിച്ചാൽ വിരോധമില്ല. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മനസ്സിൽ അല്ലാഹ് വിവരം അങ്ങ് കൊടുത്തു, നിങ്ങൾ ഏറ്റെടുത്തോ, ഞാൻ കൊടുത്തോളാം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. മഹാന്മാരെ കൂടെയാണ് അല്ലാഹ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹ് പ്രതിഫലം കൊടുക്കും, അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ആവശ്യമുള്ളത് അല്ലാഹ് അങ്ങ് കൊടുക്കും.